ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇങ്ങനെ തന്നെയാണ് പറയുന്നത് തോന്നുന്നു. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും സമാധാനം സന്തോഷം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ന്യൂ ഇയേഴ്സ് ഈവായിട്ട് നമ്മൾ വാങ്ങിച്ചത് എൻ്റെ ഫേവറേറ്റ്, ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫേവറേറ്റ് പിസ്സ ഹട്ടിലെ 1 മീറ്റർ പിസ്സ ലിമോ ആണ്. ഇത് ബാർബിക്യൂ റാഞ്ച് ഫ്ലേവറാണ്. ഇതാണ് ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ഫ്ലേവറാണത്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഡൈനമൈറ്റ് ചിക്കൻ റാഞ്ചും കൂടി വാങ്ങിച്ചു. കണ്ടോ, ഇതാണ്. പക്ഷേ ഇത് എനിക്ക് മാത്രം പിന്നെ ഇഷ്ടമുള്ള, അമ്മയ്ക്കും ചേച്ചിക്കും അച്ഛനൊന്നും വലിയ താല്പര്യമില്ല. അച്ഛന് പിസ്സ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അച്ഛന് മന്തി വാങ്ങിച്ചു കൊടുത്തു. മന്തി എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ സൈഡിൽ പെപ്സിയൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ പൊന്നോ. ഇത് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒന്നും കാണില്ല, 5-6 പീസ് ഞാൻ തിന്നു. ഇനി ഞാൻ തന്നെ കുറേ തിന്നു. ഇതേ കണ്ടോ, ആ ഒരു നല്ല ക്രീമി റാഞ്ചിൻ്റെ കൂടെ ഈ പിസ്സ ഒരു ബൈറ്റ് എടുത്താണല്ലോ. ഓ മൈ ഗോഡ്, സ്വർഗം ഞാൻ കണ്ടു. ഇതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. വൈറ്റ് സോസിൽ ഇങ്ങനെ മുക്കുക, ഇങ്ങനെ കടികടിയ. കുറച്ച് പെപ്സി കൂടി കുടിക്കാം. അച്ഛൻ മന്തിയാണ് കഴിക്കുന്നത്. ചിരിച്ചിരിക്കണ്ട. അച്ഛന് പിസ്സ വലിയ ഇഷ്ടമില്ല. ഇഷ്ടം പറഞ്ഞാൽ കഴിക്കുകയൊക്കെ ചെയ്യണ്ട. ഞാൻ ന്യൂ ഇയർ ആഘോഷം, ന്യൂ ഇയർ ആഘോഷത്തിന്റെ കവറിന് സ്വെറ്റർ ഫുഡ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വൈകിട്ട് 6 മണിക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി സ്ഥലത്തെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് എത്താൻ പറ്റില്ല. 2 വലിയ കവറൊക്കെ കൊണ്ടാണ് എൻ്റെ അമ്മ അത് ന്യൂ ഇയറിന് തയ്യാറായത് കേട്ടോ. കുറച്ച് പിസ്സ ഉണ്ടായിരുന്നു, പിന്നെ സ്വെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു സ്വെറ്ററൊന്നും പോരാ, 2-3 സ്വെറ്ററൊക്കെ എടുത്തു. എന്തിനാന്ന് എനിക്കും അറിയില്ല, ബിക്കോസ് അമ്മയ്ക്ക് സമ്മർ സീസണിലും തണുക്കും. അതാണ് എൻ്റെ അമ്മ. അപ്പോൾ ഇതേ നമ്മളോട് നടക്കുകയായിരുന്നു, കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥലം നോക്കുമായിരുന്നു. അങ്ങനെ ഇതേ കണ്ട് നടന്ന് നമ്മൾ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് കാറിലേക്ക് തിരിച്ച്. അപ്പോഴാണ് നമ്മളിവിടെ വേറെ കുറേ കാഴ്ചകൾ കണ്ടത്. ടെൻറ്റ് ഉണ്ട് അവിടെ, കുറേ ആൾക്കാർ ഇങ്ങനെ ക്യാമ്പിംഗ് പോലെ ചെയ്യും അവിടെ. പിന്നെ തീ കായുന്നുണ്ട്, നല്ല രസമായിട്ട് കാണാം. അങ്ങനെ ഇത് അടിപൊളി ഡ്രോൺ ഷോ തുടങ്ങി 11:45 ആയപ്പോൾ.